Hi students, welcome to this biology section. Okay, നമ്മൾ ഇന്ന് ബയോളജിയെ പറ്റി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം നമുക്ക് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി ചെറിയ രീതിയിൽ നോക്കാം. ഓക്കെ, സോ ഐ എം മനോജ്, ദ സുവോളജി ഫാക്കൽറ്റി. ഓക്കെ മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഇത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒക്കെ കുറവാണ് കാണുന്നത് വെയിറ്റിങ്ങിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഒക്കെ വിളിച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നമ്പറൊക്കെ ഒന്ന് കൂട്ടുക, ഉഷാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ബയോളജി എന്നുള്ള ആ ഫസ്റ്റ് ഇയറിന്റെ NCERT ബയോളജിയുടെ ബുക്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദ ഫസ്റ്റ് ഇയർ ബയോളജി. ഓക്കെ, നമുക്കതിൽ യൂണിറ്റ് 1 എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബയോളജി NCERT ബയോളജിയിൽ 5 യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 1 എന്ന് പറയുന്നത് എന്താ, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നു? യു ക്യാൻ സി ലിവിംഗ് വേൾഡ്, അല്ലേ? ലിവിംഗ് വേൾഡ് എന്നൊരു ചാപ്റ്റർ നിങ്ങൾ കാണുന്നുണ്ട്. ദാറ്റ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ യു ക്യാൻ സി, plant kingdom you can see, and also animal kingdom. So these are the 4 chapters belong to the unit 1. ആ യൂണിറ്റ് 1ന്റെ പേരെന്താ, ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ്. ഇപ്പം സാധാരണ നിങ്ങൾക്ക് CBSE ആകുമ്പോൾ നമ്മളൊരു എക്സാം നടക്കുകയാണെങ്കിൽ അവിടെ സുവോളജി ബോട്ടണി എന്നൊരു സെപ്പറേഷൻ ഇല്ല. നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക, സുവോളജി ബോട്ടണി എന്നതിന് പകരം ബയോളജി എന്ന് പറഞ്ഞിട്ടാണ്. എങ്കിലും നിങ്ങൾ എൻട്രൻസിനൊക്കെ അപ്പിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സുവോളജി പേപ്പർ വേറെ, ബോട്ടണി പേപ്പർ വേറെ ആയതുകൊണ്ട് ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് സുവോളജിയിൽ വരുന്നതെന്നും ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് ബോട്ടണിയിൽ വരുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എടുക്കുമ്പോൾ അത് ബയോളജി എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, അല്ലാതെ സുവോളജി ബോട്ടണി അല്ല. സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ചിടത്തോളം സുവോളജി ബോട്ടണി വേറെ പരീക്ഷയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലിവിംഗ് വേൾഡ് മക്കളെ ഏതിൽ വരും? എല്ലാവരോടും ഗുഡ് ഈവനിങ് ടു എവരിബഡി. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ പേര് മനോജ് എന്നാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുക, റെസ്പോണ്ട് ചെയ്യുക, കാര്യങ്ങളിലേക്ക് പോവാം. ലിവിംഗ് വേൾഡ് എന്ന് പറയുന്നത് എന്തിൽ വരും? ലിവിംഗ് വേൾഡ് ബിലോങ് ടു സുവോളജി. ലിവിംഗ് വേൾഡ് എന്തിലാണ് വരുന്നത്? സുവോളജിയിലാണ് വരുന്നത്. ഓക്കെ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബിലോങ് ടു ബോട്ടണി. Then plant kingdom belong to botany, animal kingdom belong to zoology. ഇപ്പൊ നമ്മളെ യൂണിറ്റ് 1 എന്ന് പറയുന്നതില് ശരിക്ക് 2 സുവോളജിയും 2 ബോട്ടണിയുമാണ് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതൊരു കാരണവശാൽ നിങ്ങളുടെ ബോർഡ് എക്സാമിനെ ബാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനെ ബാധിക്കില്ല. എൻട്രൻസ് പോലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, ദെൻ യൂണിറ്റ് 2 എന്താണ്? യൂണിറ്റ് 2 എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആസ് വെൽ ആസ് ഇൻ പ്ലാന്റ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പ്ലാന്റ് ആൻഡ് ആനിമൽ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബോട്ടണിയും ആനിമൽ എന്ന് സുവോളജിയും അല്ലേ. അപ്പൊ മോർഫോളജി ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ബോട്ടണിയാണ്. അനാറ്റമി ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ബോട്ടണിയാണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽ എന്ന് പറയുന്നത് സുവോളജിയാണ്. അപ്പൊ നമ്മുടെ ഈ യൂണിറ്റ് 2 എന്താ വരുന്നത്? 2 ബോട്ടണിയും 1 സുവോളജിയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് യൂണിറ്റ് 3 എന്ന് പരിചയപ്പെടുത്തി തരാം. യൂണിറ്റ് 3 എന്താ നോക്കൂ, സെൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ. സെൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ ഇത് വേണമെങ്കിൽ നമുക്ക് സുവോളജിയിലും ബോട്ടണിയിലും പഠിക്കാം. പക്ഷേ നമ്മുടെ ഈ ഒരു എൻട്രൻസിനൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ബോട്ടണിയിലാണ് നമ്മൾ പഠിക്കുക. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ബോട്ടണിയിലാണ് പഠിക്കുന്നത്. അപ്പൊ ബയോമോളിക്യൂൾസ് സുവോളജിയിലാണ്, അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് യൂണിറ്റ് 3 സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന യൂണിറ്റ് 3 നിങ്ങൾക്ക് എന്ത് കാണാം? 2 ബോട്ടണിയും 1 സുവോളജിയും കാണാം. ഓക്കെ, ഇനി എന്താ ഉള്ളത്? യൂണിറ്റ് 4, അത് പേര് തന്നെ കേട്ടാൽ അറിയാം, പ്ലാന്റ് ഫിസിയോളജി. അപ്പൊ ഈ പറഞ്ഞ 5 ചാപ്റ്റേഴ്സും ഏതിലാണ്? ബോട്ടണിയിലാണ്. 5 ചാപ്റ്റേഴ്സും
ബോട്ടണിയാണ്. ഏതൊക്കെയാ ചാപ്റ്റേഴ്സ്? ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ഉണ്ട്, മിനറൽ ന്യൂട്രീഷൻ ഉണ്ട്, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ഉണ്ട്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഉണ്ട്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓൾ ദീസ് 5 ചാപ്റ്റേഴ്സ് ബിലോങ് ടു ബോട്ടണി ഓൺലി. അപ്പൊ നമ്മൾ ബോട്ടണിയുടെ എത്ര ചാപ്റ്റേഴ്സ് ആയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ സെക്ഷനിൽ 2 ചാപ്റ്റർ, പിന്നത്തേൽ 2 ചാപ്റ്റർ, മൂന്നാമത്തേൽ 2 ചാപ്റ്റർ, ഇതിൽ 5, ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് completed the botany chapters. Okay, now unit 5 human physiology. Human physiology കേൾക്കുമ്പോൾ നമ്മൾക്കറിയാം all this belong to zoology അല്ലേ? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? all the 7 chapters are the zoology chapters. അപ്പൊ ആദ്യത്തെ യൂണിറ്റിൽ 2, രണ്ടാമത്തേൽ 1, മൂന്നാമത്തേൽ 1, അഞ്ചാമത്തേൽ 7, ടോട്ടൽ 11 chapters. Okay, 11 chapters belong to zoology. So which are they? Digestion is there, breathing, that is respiration is there, body fluids, circulation, circulatory system is there, excretion, then locomotion and movement, then neural control means nervous system, chemical coordination and integration means endocrine system. Okay, these are the chapters of your zoology. So according to the entrance point is concerned, there are 11 chapters in botany and 11 chapters in zoology. But your exam is concerned, total chapters belong to biology. Okay, so we can have a look at the first chapter. What's the first chapter? Tell me. The first chapter is, once again, welcome to your zoology section. That is the living world. Living world belong to zoology. Okay, so the first chapter നമുക്കൊന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ സാധാരണയായിട്ട് CBSEയിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അത്ര ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാറില്ല. പക്ഷേ അങ്ങനെ ചേരുന്ന മക്കളെ നമ്മളൊരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾ CBSE സ്റ്റുഡൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എപ്പോഴും സെക്കൻഡ് ഇയറിലാണ്. അവരുടെ കോമൺ എക്സാം വരുന്ന സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ കാര്യമായിട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ നല്ല മാർക്ക് വാങ്ങിക്കും. അപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് ഫസ്റ്റ് ഇയറിനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കേണ്ട, ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് എടുക്കുക. ഡോണ്ട് നെഗ്ലക്ട് ദ +1 ബയോളജി. ഒരു +1 ബയോളജി മാത്രമല്ല, ഒരു ചാപ്റ്ററിന് ഒരു സബ്ജക്റ്റിനെയും നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് ഇയർ നിങ്ങളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ എൻട്രൻസിനൊക്കെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ലിവിംഗ് വേൾഡിലോട്ട് വരാം. നിങ്ങൾ ഇപ്പൊ 10th കഴിഞ്ഞ് +1ലേക്ക് വന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ 2 വർഷം ഇരിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ളതിൻ്റെ. +2 കഴിഞ്ഞിട്ട് നമുക്കത് ചിന്തിച്ചിട്ട് കാര്യമില്ല. +2 ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ബ്ലോക്കിലാണ്, എങ്ങോട്ട് പോകണം എന്നുള്ള ഒറ്റ തീരുമാനമാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം. whether you want to go to the degree or എൻട്രൻസ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 കാര്യങ്ങളിലേക്കാണ്. ഒന്ന് ഡിഗ്രിയാണ്. പക്ഷെ ഡിഗ്രി ആകുമ്പോൾ ഒരുപാട് നമ്മൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ എൻട്രൻസിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ, എൻട്രൻസ് എളുപ്പമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, പക്ഷെ ഒരു ട്രിക്കി വേയിലൂടെ നിങ്ങൾക്ക് എൻട്രൻസിലൂടെ കടന്ന് എൻട്രൻസിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു കുറച്ചുകൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു വഴി എന്ന് പറയുന്നത് എന്താണ്? എൻട്രൻസിലൂടെ പോവുകയാണ്. അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നല്ലവണ്ണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ അല്ലേ? ടോട്ടൽ മാർക്ക് എന്തൊരാൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താ ഇത്? ടോട്ടൽ ആണ് മാർക്ക്. എന്താണ് ടോട്ടൽ? മനസ്സിലായില്ല, പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും നല്ല മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം. ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയറിന്റെയും മാർക്കുകൾ നല്ല മാർക്ക് ആങ്ങിയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, now we can have a look at the living world. Is the first chapter. റെഡി അല്ലേ മക്കളെ? നിങ്ങൾ കുറച്ച് ആൾക്കാരാണെങ്കിലും നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അത് കുറെ എനിക്ക് തോന്നുന്നു ഒരേ ആൾ തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്തായിരുന്നാലും ഓക്കെ കുറച്ച് ആൾക്കാരെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, എനി ഹൗ ഐ എം ഹാപ്പി. കാരണം ഒരാളാണെങ്കിലും അയാൾ നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? നിങ്ങളിപ്പോൾ എന്ത് ലൈവിലാണ് വന്നത്? കെമിസ്ട്രിയോ ഫിസിക്സോ അല്ലല്ലോ, ബയോളജിയാണ്. അതെ, നമ്മളത് ബയോളജി ലൈവ് എന്നാണ് പറയുന്നത്. അപ്പൊ വാട്ട് യു മീൻ ബൈ ബയോളജി? എന്താണ് ബയോളജി എന്ന് പറഞ്ഞാൽ? യുനോ, ഓക്കെ, ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്, ലിവിംഗ് ഓർഗാനിസം അല്ലേ?
ജീവനുള്ള വസ്തുക്കളെ പറ്റി പഠിക്കുന്നു. ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം, ലിവിങ് തിങ്, ദാറ്റ് ഈസ് കോൾഡ് ബയോളജി. ഈ ബയോളജി എന്ന വാക്ക് എങ്ങനെ വന്നു? ദ വേർഡ് ബയോളജി വാസ് ഡിറൈവ്ഡ് ഫ്രം ടു വേർഡ്സ്, യു നോ, ബയോസ് ആൻഡ് ലോഗോസ്. ബയോസ് എന്ന വാക്കിന് അർത്ഥം എന്താ? ബയോസ് മീൻസ് ലൈഫ്, ലോഗോസ് മീൻസ് സ്റ്റഡി. ഇസ് എ ഗ്രീക്ക് വേർഡ്. ലോഗോസ് എന്ന വാക്ക് പല സ്ഥലത്തും നമ്മൾ ബ്രാഞ്ചസ് ഓഫ് കാണാം, പല ബ്രാഞ്ചിലും കാണാം. അതിനർത്ഥം ഇസ് എ ഗ്രീക്ക് വേർഡ്, മീൻസ് ലോഗോ. ലോഗോസ് മീൻസ് സ്റ്റഡി, ടു ഡിസ്കവർ എന്നാണ്. അപ്പൊ ലോഗോസ് എന്ന വാക്കിന് അർത്ഥം സ്റ്റഡി എന്നോ ടു ഡിസ്കവർ എന്നോ ആണ്. അപ്പൊ ആ അർത്ഥം വരുമ്പോൾ ബയോസ് ആൻഡ് ലോഗോസ് മീൻസ് ദ സ്റ്റഡി ഓഫ് ലൈഫ്, ദ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്. യെസ്, വെരി ഗുഡ്. ദ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്, ദാറ്റ് ഈസ് കോൾഡ് ബയോളജി. ക്ലിയർ ആണല്ലോ മക്കളെ? Then you know biology, the father of biology was considered. Who was considered as the father of biology? That's Aristotle. Aristotle was considered as the father of biology. ബയോളജിയുടെ ഫാദർ ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. And again, you know, the living things can be divided into two. Which are the two divisions of biology? Or how can you divide the living things? Living things can be divided into two. Living things can be divided into two. Which are they? One is called animal and other one is called plant. Living things നെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഏതൊക്കെയാണ് രണ്ടെണ്ണം? ഒന്ന് ആനിമലും മറ്റൊന്ന് പ്ലാന്റും. അപ്പൊ ബയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ് ആണെങ്കിൽ ബയോളജി നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യണ്ടേ? Living things can be divided into animals and plants. So the biology should be എന്താണ്? One is the study of animal and other is the study of plant. Tell me, the study of animal is called zoology. Zoology, I am a faculty of zoology ഞാൻ നേരത്തെ പറഞ്ഞു. So I am deals with only the study of animals, not the plants. Okay? So zoology is the study of ആനിമൽസ്. ആനിമൽസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്? zoology എന്ന് പറയുന്നത്. ആൻഡ് ദ ഫാദർ ഓഫ് zoology വാസ് അരിസ്റ്റോട്ടിൽ. അഗൈൻ ബയോളജിയുടെ ഫാദറും both the biology and zoology was the father. The father was Aristotle. Okay, Aristotle was considered as the father of both the biology and zoology. Okay, tell me, what is botany? What is botany? Botany is the, ഇതിനകത്തൊരു ഒരു സ്ലൈഡ് ചെറിയ എന്തോ ഒരു മിസ്സിംഗ് തോന്നിക്കൊണ്ട് ഞാൻ എഴുതി തരാം. അതായത് ബോട്ടണി, ബോട്ടണി is the study of plants, അല്ലെ? ബോട്ടണി is the study of plants. ഈ ഒരു സ്ലൈഡോടെ നിങ്ങൾക്ക് സ്ലൈഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് വരും. ഓക്കെ, ബോട്ടണി is the study of plants, അല്ലെ? പ്ലാന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ബോട്ടണി. The word is derived from a word called botany. Actually it is also known as phytology, അല്ലെ? Phytology, Phytology. Phyto means plant, the study of plant, phytology, or botany. Who was known as the father of botany? The father of botany was Theophrastus. Theophrastus was known as the father of botany. Now you studied biology, the study of living thing. Aristotle was the father of biology. Then zoology, the study of animals. Again, Aristotle was the father of zoology. Botany is the study of plant. Theophrastus was known as the father of botany. Okay. Now, you know what you mean by biodiversity? ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വാക്കല്ലേ, ബയോഡൈവേഴ്സിറ്റി. എന്താ ബയോഡൈവേഴ്സിറ്റി? മലയാളത്തിൽ ജൈവ വൈവിധ്യം എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എങ്കിലും ബയോഡൈവേഴ്സിറ്റി, യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യ. യു ഹേർഡ് അബൌട്ട് ദിസ്, നോ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് റിലിജൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാവരും ഒരു യൂണിറ്റിയിലാണ്. അപ്പൊ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പല പല തരത്തിലുള്ളത്. ബയോ മീൻസ് ലൈഫ്. അപ്പൊ നിങ്ങൾക്ക് ആ ബയോഡൈവേഴ്സിറ്റി അർത്ഥം അറിയൂലേ? വാട്ട് യു മീൻ ബൈ ബയോഡൈവേഴ്സിറ്റി? ദ ഒക്കറൻസ് ഓഫ് ഡിഫറെന്റ് ഓർഗാനിസം ഓൺ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് എർത്ത്. ഓക്കെ, who was
ദ ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ ഫാദർ ആരാണ്? അതായത് എഡ്വേർഡ് വിൽസൺ വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആരാണ്? എഡ്വേർഡ് വിൽസൺ വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. പക്ഷെ മക്കളെ ഒരു കാര്യം കൂടെ അറിയണം. ഇവിടെ നിങ്ങൾ വേറൊരു ചിത്രം കൂടെ കാണുന്നുണ്ട് അല്ലെ? വാൾട്ടർ ജി റോസൻ. ഈ റോസൻ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റോസൻ എന്ന് പറയുന്ന ആളാണ് എന്ത് പറഞ്ഞത്? ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ വേർഡ് ബയോഡൈവേഴ്സിറ്റി വാസ് കോയിൻഡ് ബൈ റോസൻ ബട്ട് popularized by Edward Wilson. So Edward Wilson was known as the father of biodiversity. നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക. 2021 കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപോയത് വളരെ സാഡ് ന്യൂസുമായിട്ടാണ്. എന്താണെന്നറിയാവോ? കഴിഞ്ഞ 2021 നവംബർ മാസത്തിലാണ് ദ മോസ്റ്റ് എമിനന്റ് സയന്റിസ്റ്റ് ആരാണത്? എഡ്വേർഡ് വിൽസൺ നമ്മളെ വിട്ടുപിരിഞ്ഞത്. Okay, so Edward Wilson was known as the father of biodiversity. Is it okay? എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് റെഡ് ഡാറ്റ ബുക്ക് അല്ലേ? റെഡ് ഡാറ്റ ബുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ട് യു മീൻ ബൈ റെഡ് ഡാറ്റ ബുക്ക്? അതിനകത്ത് എല്ലാ ലെറ്റേഴ്സും റെഡിലാണോ? അല്ല. പിന്നെ എന്താണ് അതിൽ നമ്മൾ പറയുന്നത്? എന്താണ് നമ്മൾ പറയുന്നത്? ഈ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജീവികളെ പല കാറ്റഗറൈസ് ചെയ്യാണ്. അതിൽ ഒരു ഫസ്റ്റ് കാറ്റഗറി എക്സ്റ്റിങ്ക്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിച്ചത്, ഓൾറെഡി ഗോൺ, കഴിഞ്ഞു, ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ല. അടുത്തത് എന്താണെന്നറിയാവോ? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, എപ്പോഴാണ് നശിച്ചു പോകുന്ന പറയാത്ത അവസ്ഥ. കുറച്ചുകൂടെ അപ്പുറത്തുള്ളത് എൻഡേഞ്ചേർഡ്, വൾനറബിൾ. ഇങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറി ആയിട്ട് ഈ ഇവിടെയുള്ള എല്ലാ സ്പീഷീസിനെയും അതായത് ജീവികളെ തരംതിരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഈ റെഡ് ഡാറ്റ ബുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുകൂടെ നോക്കുക. ഇറ്റ് ഈസ് IUCN. എന്തോ മെസ്സേജ് കാണുന്നുണ്ട്, വലിയൊരു മെസ്സേജ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. IUCN ആണ്. വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് IUCN? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ദ കൺസർവേഷൻ ഓഫ് നാച്ചർ. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ദ കൺസർവേഷൻ ഓഫ് നാച്ചർ, IUCN അല്ലെ? ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് സ്വിറ്റ്സർലൻഡിലെ ആസ്ഥാനമായ ഒരു ഓർഗനൈസേഷൻ ആണ് IUCN. ഈ IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നോക്കണം. ഇതിൽ നമ്മുടെ IUCNന്റെ കണക്ക് പ്രകാരം 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഇത് എത്രയും സിമ്പിൾ അല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതെന്ന് പറഞ്ഞാൽ 1.7 to 1.8 എന്ന് പറയുന്നതേ എന്തല്ല, നമ്മളവിടെ ജീവികളുടെ എണ്ണം അല്ല, സ്പീഷീസിന്റെ എണ്ണമാണ്. അതായത് ഇത് എത്രയാ? 1.7 മില്യൺ എന്ന് പറഞ്ഞാൽ 17 ലക്ഷം to 18 ലക്ഷമാണ്. ഇത്രയും സ്പീഷീസുകൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഡാറ്റ പ്രകാരം IUCN പറയുന്നു. എന്നാൽ ഒരു ഫേമസ് നാച്ചുറലിസ്റ്റ് ഉണ്ട്, അയാളുടെ പേര് റോബർട്ട് മെയ് എന്നാണ്. അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ആ സയന്റിസ്റ്റ് റോബർട്ട് മെയ്, അക്കോർഡിംഗ് ടു ദ ഫേമസ് നാച്ചുറലിസ്റ്റ് റോബർട്ട് മെയ്, ഹി സേസ് ദാറ്റ് ദ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി വാസ് 7 മില്യൺ. ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി 7 മില്യൺ ആണ് പറയുന്നു. പക്ഷേ IUCN പറയുന്നത് എത്രയാ? 1.7 to 1.8 മില്യൺ. ആര് പറയുന്നത് ശരി? രണ്ടുപേരും പറയുന്നത് ശരിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? അതായത് ആദ്യത്തെ ആള് റോബർട്ട് മെയ് പറഞ്ഞത് ടോട്ടൽ ബയോഡൈവേഴ്സിറ്റി ആണ്, കണ്ടുപിടിച്ചെന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ല. IUCN പറഞ്ഞത് കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഓൺലി 1/3 is identified and 2/3 is still remaining. ഒരു ഭാഗം മാത്രമാണ് കണ്ടുപിടിച്ചത്, ബാക്കി 2 ഭാഗവും അവിടെ കിടക്കുകയാണ് കണ്ടുപിടിക്കാൻ എന്ന് രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. സോ ലോട്ട് ഓഫ് സ്പീഷീസ് ആർ റെഡി ടു ഡിസ്കവർ. ഓക്കെ, ഇയാളെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടോ? ഇയാളെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആളാരാണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ കാര്യമായി പഠിച്ച ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആണത്. ദാറ്റ് ഈസ് കാർൾ ലിനേയസ്. ഇയാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? കാർൾ ലിനേയസ് വാസ് നോൺ ആസ്
Carl Linnaeus എന്ന് പറയുന്നത് Carl Linnaeus was known as the father of taxonomy. അല്ലെ, ടാക്സോണമിയുടെ ഫാദർ ആണത്. അതുപോലെ തന്നെ the person who introduced binomial nomenclature. You know, in the case of the scientific name of human is Homo sapiens. The Homo sapiens, look here, Homo sapiens. You can see, no? It consists of two names. What are the two names? One is Homo, other is sapiens. By giving two names, that is called a binomial nomenclature. So the according to the binomial nomenclature, the scientific name consists of two names. First one is the genus name and other one is the species name. You know it. Okay. So this method was introduced by binomial nomenclature was introduced by Carl Linnaeus. അതുപോലെ തന്നെ എന്താ, the word systematic was introduced by Carl Linnaeus. പല സ്ഥലത്തായി നിങ്ങൾ കാണുന്ന ഒരു പേരാണ് ലിനേയസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. വാട്ട്സ് ദ നെയിം ഓഫ് ദ ചാപ്റ്റർ? ലിവിംഗ് വേൾഡ്. അപ്പൊ നമുക്ക് അറിയണ്ടേ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിംഗ് തിങ് ആൻഡ് നോൺ ലിവിംഗ് തിങ്, അല്ലെ? ലിവിംഗ് തിങ്ങും നോൺ ലിവിംഗ് തിങ്ങും നമ്മളെ വ്യത്യാസം എന്താ നമുക്ക് അറിയണ്ടേ? അതാണ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. There are 5 characters. I can give you 5 characters, more than that. But in the NCERT, according to the NCERT book, these are the 5 characters are explained in the NCERT book. Okay, which are they? First one is the growth. You can see, അല്ലേ? Growth നിങ്ങൾക്ക് കാണാം. Reproduction you can see. Then metabolism, cellular organization and consciousness. These are the 5 characters you can see. But there is a problem. Some of the characters we cannot explain as a defining character, and some of the characters we can explain as a defining character. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് 5 ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ 5 ക്യാരക്ടേഴ്സിൽ ചിലതിനൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്, ചിലതിനെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നുണ്ട്. ടെൽ മീ വാട്ട് യു മീൻ ബൈ ഡിഫൈനിങ് പ്രോപ്പർട്ടി? എന്താ മക്കളെ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ആർക്കും അറിയോ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്താന്ന്? എല്ലാവർക്കും അറിയാം. കാരണം എന്താ, നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം, നിങ്ങളുടെ സ്ലൈഡിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ക്യാരക്ടേഴ്സ് വിച്ച് ഹാവ് നോ എക്സെപ്ഷൻ. യാതൊരു എക്സെപ്ഷനും ഇല്ലാതെ എല്ലാവരും കാണിക്കുകയാണെങ്കിൽ, അതായത് ലിവിങ് തിങ്ങിനെ എല്ലാവരും വിത്തൗട്ട് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, എല്ലാ ലിവിങ് തിങ് കാണിക്കുകയും വേണം. ഒന്നാമത്തെ പോയിന്റ്, ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലിവിങ് തിങ്ങിന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, നോൺ ലിവിങ്ങിന് ഉണ്ടാവരുത്. 2, എല്ലാ ലിവിങ് കാണിക്കുകയും ചെയ്യണം, യാതൊരു എന്തുമില്ല, എക്സെപ്ഷനും ഇല്ല. അങ്ങനെ യാതൊരു എക്സെപ്ഷനും ഇല്ലാത്ത ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ ഡിഫൈനിങ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ടെൽ മീ വാട്ട് ആർ ദ ഡിഫൈനിങ് ഫ്രം ദ സ്ലൈഡ് ഇറ്റ്സെൽഫ് യു ക്യാൻ സീ what are the defining characters and what are the non-defining characters. Tell me what are the non-defining characters. ഏതൊക്കെയാണ് നോൺ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്? The non-defining characters are the growth and reproduction. അല്ലെ, ഗ്രോത്തും റീപ്രൊഡക്ഷനും എന്തിൽ വരും? നോൺ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ്. അപ്പൊ നമ്മൾ ചോദ്യം വരൂലേ, ഗ്രോത്ത് എങ്ങനെ നോൺ ഡിഫൈനിങ് ആയി? നോൺ ലിവിങ് തിങ് ഗ്രോ ചെയ്യുന്നുണ്ടോ? ലിവിങ് തിങ് അല്ലേ, നമുക്കറിയ പ്രകാരം ലിവിങ് തിങ് അല്ലേ ഗ്രോ ചെയ്യുന്നത്. അതുപോലെ ലിവിങ് തിങ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, നോൺ ലിവിങ് തിങ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് വരാം, സംശയങ്ങൾ വരാം. അത് നമുക്ക് അടുത്തടുത്ത സ്ലൈഡുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ബാക്കിയുള്ള 2 നിങ്ങൾ കാണുന്നു, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നസ്. ദേ ആർ ദ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി ഈസ് ഫൗണ്ട് ഇൻ ലിവിങ് തിങ്സ് ആൻഡ് മോർ ഓവർ എക്സ്ക്ലൂസീവ്. ഓക്കെ, പക്ഷേ അപ്പൊ ഈ മെറ്റബോളിസത്തിൽ ഞാൻ ആ ചിഹ്നം ഇടാതെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ആ സെറ്റിന്റെ ചിഹ്നം ഇല്ലാതെയാണ് ഞാൻ എന്ത് കൊടുത്തിരിക്കുന്നത്, മെറ്റബോളിസം. പക്ഷെ ഈ സൈഡിൽ ഞാൻ അത് കൂട്ടുകയാണ്. മെറ്റബോളിസവും നമുക്കൊരു ഡിഫൈനിങ് ക്യാരക്ടറാണ്. സോ ടെൽ മീ 2 നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആൻഡ് 2 ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓർ 3 ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഒന്ന് മെസ്സേജ് ഒക്കെ അയച്ച് ഉഷാറാക്കും മക്കളെ.
ഒന്ന് മെസ്സേജ് ഒക്കെ അയച്ച് ഉഷാറാക്ക്. അതായത് ഏതൊക്കെയാണ് ലിവിങ് തിങ്ങിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി. എന്റെ മെസ്സേജ് ഒന്നും വരുന്നില്ലാത്ത പോലെ തോന്നല്ലോ എനിക്ക്. അതായത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഏതാണ്, നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഏതാണ്, പറയൂ. വാട്ട് ആർ ദ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ്? മെറ്റബോളിസം, കോൺഷ്യസ്നസ്, cellular organization. These are the defining properties. Okay. What is the other properties? Non-defining properties are growth and reproduction. Growth and reproduction are the non-defining properties. Clear ആണല്ലോ അല്ലേ? Is it okay now? ക്ലിയർ അല്ലേ? എന്താണെന്നറിയോ, നിങ്ങൾ മെസ്സേജ് അയക്കായിട്ടായിരിക്കില്ല, പക്ഷെ എനിക്ക് ഇത്തിരി ഡിലേ ആയിട്ടാണ് മെസ്സേജ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നോ മെസ്സേജ് അയക്കുന്നില്ല എന്നോ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കാരണം എനിക്ക് വരുമ്പോൾ ഇത്തിരി ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മെസ്സേജുകൾ. അപ്പൊ അതുകൊണ്ടാണ്, ഡോണ്ട് വറി. അപ്പൊ ആ വാക്ക് ഞാൻ തിരിച്ചെടുത്തു. അപ്പൊ എന്തൊക്കെയാ പറയൂ, എന്തൊക്കെയാണ് ഡിഫൈനിങ് ക്യാരക്ടേഴ്സ്? ഇത് പഠിക്കണം, ഇത് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. എന്തൊക്കെയാണ് ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? മെറ്റബോളിസം ഒരു ഡിഫൈനിങ് ക്യാരക്ടർ ആണ്. സെല്ലുലാർ ഓർഗനൈസേഷൻ ഒരു ഡിഫൈനിങ് ക്യാരക്ടർ ആണ്. അല്ലെങ്കിൽ മെറ്റബോളിസം ഇൻ ദ സെല്ലുലാർ ലെവൽ ഒരു ഡിഫൈനിങ് ക്യാരക്ടർ ആണ്. കോൺഷ്യസ്നസ് ഡെഫിനറ്റ്ലി എ ഡിഫൈനിങ് ക്യാരക്ടർ ഓഫ് ലിവിങ് തിങ്. അപ്പൊ നമുക്ക് സംശയമുള്ളത് ഏത് മാത്രമാണ്? ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. വൈ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ബിക്കം നോൺ ഡിഫൈനിങ്? അത് നമുക്ക് നോക്കാം. ഓക്കെ, പോട്ടെ, അടുത്തിലേക്ക് പോട്ടെ. വാട്ട് യു മീൻ ബൈ ഗ്രോത്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഗ്രോത്ത് കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് ഗ്രോ ചെയ്യാറുണ്ടല്ലോ. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ കുറച്ചുകൂടെ വലുതായപ്പോ അതേപോലെ ജനിക്കുന്ന സമയത്ത് നമ്മളൊരു ജനിക്കുന്ന ഒരു കുട്ടിയെ എടുത്തു നോക്കൂ, ആ കുട്ടി വളരെ ചെറുതായിരിക്കും അല്ലേ, കുഞ്ഞു വാവയായിരിക്കും. നിങ്ങളൊക്കെയോ കുറച്ച് വലിയ വാവകളായി. എന്ന് പറഞ്ഞ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രം ബർത്ത് യു ആർ ഗ്രോയിങ്. ആ ഗ്രോത്ത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ ജനിക്കുന്ന സമയത്ത് എത്ര കിലോഗ്രാം ഉണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾ എത്ര കിലോഗ്രാം ഉണ്ട് അല്ലേ? ആലോചിച്ച് നോക്കൂ. ജനിക്കുമ്പോൾ നിങ്ങൾ ഒരു 2-3 കിലോഗ്രാം മാക്സിമം. ഇപ്പം നിങ്ങൾ ഒരു 40-50 ബേസ്ഡ് ഓൺ യുവർ ബോഡി നാച്ചർ 50യോ ചിലപ്പോൾ 60യോ ഒക്കെ ആവാം. അപ്പൊ എന്താണ് സംഭവിച്ചത് അവിടെ? ഇൻക്രീസ് ഇൻ ദ മാസ്. ഓക്കെ, ഇൻക്രീസ് ഇൻ ദ മാസ് ഈസ്, അപ്പൊ നമ്മൾ പറയും ഇൻക്രീസ് ഇൻ ദ മാസ് ഈസ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ ഓഫ് ഗ്രോത്ത്. നമ്മൾ ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്യുന്നതിലെ ഒരു ക്രൈറ്റീരിയയാണ് എന്ത്? ഇൻക്രീസ് ഇൻ മാസ്. ഓക്കെ, ഇൻക്രീസ് ഇൻ മാസ് ഈസ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളെ ബോഡി വളരുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മാസ് കൂടുന്നത് കൊണ്ടാണ്. ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ട് പോപ്പുലേഷൻ അല്ലേ? ഒരു പോപ്പുലേഷൻ നമുക്ക് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ യു ക്യാൻ ഇമാജിൻ എനിത്തിങ്, എന്ത് വേണമെങ്കിലും വിചാരിക്കാമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഒരു പോപ്പുലേഷൻ അത് 100 ആൾക്കാരുണ്ട് അല്ലെങ്കിൽ 200 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. ഈ ആൾക്കാരൊക്കെ തുടക്കത്തിൽ ഒരു 50 ആൾക്കാർ നല്ല മെലിഞ്ഞ ആൾക്കാരും ബാക്കിയുള്ള 50 ആൾക്കാർ നല്ല തടിയുള്ള ആൾക്കാരുമായിരുന്നു തുടക്കത്തിൽ എന്ന് വിചാരിക്കുക. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചത്? ഈ മെലിഞ്ഞ ആൾക്കാരൊക്കെ തടിച്ചു പോയെന്ന് വിചാരിക്കുക. അപ്പോഴും അവിടെ ഈ പറഞ്ഞ അതായത് 100 പീപ്പിൾ എന്തായിരുന്നു? മെലിഞ്ഞിട്ടായിരുന്നു. ബാക്കിയുള്ള 100 തടിച്ചിട്ടായിരുന്നു. ടോട്ടൽ 200. ഇപ്പോഴെന്താ സംഭവിച്ചത്? ഈ 200 ഉള്ള 200ഉം എന്തായി പോയി? തടിയുള്ള ആൾക്കാരായി. നമുക്കവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുമോ? കാരണം ആദ്യം ഉണ്ടായിരുന്ന മെലിഞ്ഞ 100ഉം തടിച്ച 100 ആൾക്കാരും കൂടി ചേർന്ന പോപ്പുലേഷൻ ഇപ്പോൾ തടിച്ച 200 ആളായി. പോപ്പുലേഷന്റെ ഗ്രോത്ത് കൂടിയോ? ഇല്ല. കാരണം അവിടെ പോപ്പുലേഷന്റെ ഗ്രോത്ത് നമ്മൾ എടുക്കുമ്പോൾ ആ 200 ഉള്ളത് 300-ഓ 400-ഓ ആവണം. അപ്പൊ നമുക്ക് പറയാം അവിടെ കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണ്? ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വലിനെയാണ്. അപ്പൊ 2 കാര്യങ്ങൾ നമുക്ക് എടുക്കാം. എന്തൊക്കെ 2 കാര്യങ്ങള്? എനിക്ക് ക്ലിയർ ആയി മനസ്സിലായില്ല കേട്ടോ, എന്തോ ഒരു മെസ്സേജ് ആരോ അയച്ചു. ഓക്കെ, എന്തായാലും നമ്മൾ പറയുന്നു 2 കാര്യങ്ങൾ. ദീസ് ആർ ദ ട്വിൻ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് തിങ്.
ലിവിങ് തിങ്ങിന്റെ ട്വിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ദ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ, അല്ലെ? ഇൻക്രീസ് ഇൻ ദ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ. ഇത് രണ്ടുമാണ് നമ്മുടെ എന്തിൽ വരുന്നത്? ട്വിൻ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് തിങ്. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക, മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. വാട്ട് ആർ ദ ട്വിൻ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് തിങ്? ഇൻക്രീസ് ഇൻ ദ നമ്പർ, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാലോ വേറൊരു കാര്യം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഗ്രോത്ത് ഈസ് എ റിസൾട്ട് ഓഫ് മെറ്റബോളിസം. വാട്ട് യു മീൻ ബൈ മെറ്റബോളിസം? മെറ്റബോളിസം എന്താ? Metabolism is the sum total of all reaction take place in the living body. അല്ലേ? സം ടോട്ടൽ. വാട്ട്സ് ദ മീനിങ്? സം ടോട്ടൽ. SUM ആണ്, അല്ലാതെ എന്തല്ല, SOME അല്ല. സം ടോട്ടൽ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കൻ പ്ലേസ് ഇൻ ദ ലിവിംഗ് ബോഡി ഓർ ദ ബയോകെമിക്കൽ റിയാക്ഷൻ. അങ്ങനെയുള്ള നമ്മളെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനും കൂടെ പറയുന്ന പേരാണ് മെറ്റബോളിസം. You know metabolism, there are two types. You already studied from the lower classes. Metabolism is two types. What are the two types of metabolism? One is called anabolism and other one is called catabolism. So the metabolism can be two types. Which are the two types of? You can see in another. Look here. Metabolism. I will explain what is metabolism here. Metabolism is the sum total of all chemical reaction occur in our body. Okay. Then metabolism is two types. What are the two types of metabolism? That is anabolism and catabolism. What is anabolism and what is catabolism? Anabolism is a constructive process. Constructive process. Construction എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിർമ്മാണം. It's a building up process. That means anabolism. What is the meaning of anabolism? Meaning of anabolism is constructive process, or this is a method or the simple molecule changes into complex molecule. Simple molecule changes into complex molecule. ചെറുതെന്ന് വലുതുണ്ടാവുക. ദാറ്റ് ഈസ് കോൾഡ് അനബോളിസം. അപ്പൊ നമ്മൾ ഒരു വീട് കെട്ടിപ്പൊക്കുന്നതിനല്ലേ നമ്മൾ ബിൽഡിംഗ് അപ്പ്, നിർമ്മാണം, കൺസ്ട്രക്റ്റീവ് പ്രോസസ്. ഓക്കെ, ഈസ് എ കൺസ്ട്രക്റ്റീവ് പ്രോസസ്. കൺസ്ട്രക്റ്റീവ് പ്രോസസ് എന്ന അർത്ഥം എന്താ? ഈസ് എ ബിൽഡിംഗ് അപ്പ് പ്രോസസ്. ദാറ്റ് മീൻസ് സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ടുഗദർ to form a big molecule, complex molecule. You know which is the most important anabolic reaction living world? Living world നടക്കുന്ന ഏറ്റവും വലിയ anabolic reaction ഏതാണ്? The most important anabolic reaction take place in the living world is photosynthesis. Anabolism example is photosynthesis. Photosynthesis കേട്ടില്ലേ നിങ്ങള്? Small molecules like carbon dioxide, water, etc. combine in the presence of chlorophyll and also in the presence of sunlight and changes into carbohydrate complex molecule. Again, you know, protein synthesis is another one. Protein synthesis. Small amino acids combine together to form the complex protein. Protein synthesis, amino acid converted into protein, simple to complex. Okay? Then tell me what is catabolism? Catabolism is a destructive process. What is catabolism? Catabolism is a destructive process. Destructive process. What do you mean by destructive process? Destructive process means, in another word we can say that complex molecule converted into simple molecule. അല്ലേ? കോംപ്ലക്സ് മോളിക്യൂൾസ് എന്തായിട്ട് മാറുന്നു? കോംപ്ലക്സ് മോളിക്യൂള് സിമ്പിൾ മോളിക്യൂൾ ആയിട്ട് മാറുകയാണ്. ദാറ്റ് മീൻസ് ഡിസ്ട്രക്ഷൻ ആണ്. ബിഗ് ടു സ്മോൾ. ദാറ്റ് ഈസ് കോൾഡ് catabolism. Can you give one example of a catabolic reaction? A very good example of catabolic reaction. For catabolism,
An example is respiration. കാറ്റബോളിസത്തിന് ഒരു എക്സാമ്പിൾ ആണ് റെസ്പിറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് റെസ്പിറേഷൻ? ഈ റെസ്പിറേഷൻ മീൻസ് ഇൻടേക്ക് ഓഫ് ഓക്സിജൻ റിച്ച് എയർ ആൻഡ് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച്, അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്? നിങ്ങൾ ഓക്സിജൻ ഉള്ളിലോട്ട് എടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? The food you eat combined with the oxygen you inhale, the oxidation of food material take place and energy is released. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജനുമായി കൂടിച്ചേർന്ന് ഫുഡിന് ഓക്സിഡേഷൻ നടന്നിട്ട് അതിനകത്തുനിന്ന് എനർജി ഉണ്ടാവുന്നു. അപ്പൊ അതൊരു ഡിസ്ട്രക്ഷൻ അല്ലേ? ഫുഡ് മോളിക്യൂളിന് ഡിസ്ട്രക്ഷൻ നടക്കുകയല്ലേ? ഇതിനെയാണ് നമ്മൾ കാറ്റബോളിസം എന്ന് പറയുന്നത്. എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് കാറ്റബോളിസം ഈസ് റെസ്പിറേഷൻ. ഓക്കെ, നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. എന്താ നമ്മൾ പറയുന്നത് നോക്കൂ. ഇനി ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. എന്താ അത്? ആനബോളിസം ഈസ് എ കൺസ്ട്രക്റ്റീവ് പ്രോസസ്, കാറ്റബോളിസം ഈസ് എ ഡിസ്ട്രക്റ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇഫ് ആനബോളിസം ഈസ് മോർ കാറ്റബോളിസം ഈസ് ലെസ് ഇറ്റ് ലീഡ് ടു ഗ്രോത്ത്. അറിയാലോ, കൺസ്ട്രക്റ്റീവ് പ്രോസസ് കൂടുതലും ഡിസ്ട്രക്റ്റീവ് പ്രോസസ് കുറവുമാവുമ്പോൾ എന്തു സംഭവിക്കും? നിങ്ങൾക്ക് ഗ്രോത്ത് വരും. ഇഫ് ദ കൺസ്ട്രക്റ്റീവ് പ്രോസസ് ഈസ് ലെസ്, ഡിസ്ട്രക്ഷൻ ഈസ് മോർ, ഡീഗ്രോത്ത് ഒക്കേഴ്സ്. അർത്ഥം മനസ്സിലായില്ലേ? ആനബോളിസം കൂടുന്നു, കൺസ്ട്രക്ഷൻ കൂടുന്നു, കാറ്റബോളിസം കുറയുന്നു, ഡിസ്ട്രക്ഷൻ കുറയുന്നു. ഇറ്റ് ലീഡ് ടു ഗ്രോത്ത്. ഓക്കെ, സിമിലർലി ഇഫ് ദ ആനബോളിസം ഈസ് ലെസ്, കൺസ്ട്രക്ഷൻ കുറവാണ്, പക്ഷേ കാറ്റബോളിസം കൂടുതലാണെങ്കിലോ ഡീഗ്രോത്ത് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ അല്ലേ ഈ പോയിന്റ്? ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഗ്രോത്ത് എത്ര ടൈപ്പ് ഉണ്ട്? ഹൗ മെനി ടൈപ്സ് ഓഫ് ഗ്രോത്ത്? നിങ്ങൾ കണ്ടിട്ടുണ്ട് പ്ലാന്റ് ആനിമൽ ഗ്രോ ചെയ്യോ? നമുക്കറിയാം ഗ്രോ ചെയ്യും അല്ലെ. പ്ലാന്റ് ഗ്രോ ചെയ്യോ? അറിയാം ഗ്രോ ചെയ്യും. അപ്പൊ ലിവിങ് തിങ് ഗ്രോ ചെയ്യും. നോൺ ലിവിങ് തിങ് ഗ്രോ ചെയ്യുമോ എന്നൊരു ചോദ്യത്തിന് നമുക്കൊന്ന് കുറെ കാലം മുമ്പേ ഉള്ളൊരു സിനിമയിലേക്കോ കുറെ കാലം മുമ്പേ ഉള്ള ഒരു കാര്യത്തിലേക്കോ വരാം. നിങ്ങൾ കേട്ടിട്ടുണ്ട് ടൈറ്റാനിക് എന്നൊരു കപ്പലിനെ പറ്റിയിട്ടല്ലേ? ആ കപ്പൽ ഒരിക്കലും മുങ്ങൂല എന്ന് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ അതിന്റെ മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ പറഞ്ഞ ആ ഒരു കപ്പൽ മുങ്ങിപ്പോയി. എങ്ങനെ മുങ്ങി? അതൊരു ഐസ്ബർഗിന്റെ മേലെ ഇടിച്ചു, മഞ്ഞുമലയുടെ മേലെ. അപ്പൊ ഈ മഞ്ഞുമല എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടായി? അത് മലയായിട്ട് അവിടെ ഉണ്ടായതൊന്നും അല്ല, അതൊരു ഒരൊറ്റ ഐസ് പീസിൽ ഉണ്ടായതായിരിക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സംശയം ഉണ്ടോ? ഈ ഐസ് ഇതാ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് ഇപ്പോൾ ആ മഞ്ഞുമല എന്ന് വിചാരിക്കുക. അതിന്റെ മേലെ വന്നിട്ട് ഇതൊരു മഞ്ഞിന്റെ കഷ്ണം, മലയല്ല ചെറിയൊരു കഷ്ണം, അതിന്റെ മേലെ വന്നിട്ട് ഈ ഐസുകൾ വന്ന് ഇങ്ങനെ ഇത് കണ്ടോ അറ്റാച്ച് ചെയ്ത് പോയി. ഇപ്പൊ ഇതിന്റെ വലിപ്പത്തിലൂടെ കൂടിയില്ലടാ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ മേലെ വരും. അപ്പൊ കുറച്ചുകൂടെ വലുതായില്ലേ? ഇങ്ങനെ വലുതാവുന്നതിന് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഐസിന് ജീവനില്ല എങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ റെഫ്രിജറേറ്ററിൽ കാണുന്ന ഐസ് ക്യൂബ്, ഒരെണ്ണം ഐസ് ക്യൂബിന്റെ മുകളിൽ മറ്റൊരു ഐസ് ക്യൂബ് വെച്ച് നോക്ക്. അല്ലെങ്കിൽ ഐസ് ക്യൂബുകൾ അടുത്തടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അതിന്റെ മേലെ ഇട്ട് നോക്ക്, അത് അവിടെ ഒട്ടിപ്പിടിക്കുന്നത് കാണാം. ഇതേ സംഭവമാണ് അന്ന് സംഭവിച്ചത്. അവിടെ ചെറിയൊരു ഐസിന്റെ മേലെ വീണ്ടും വീണ്ടും ഐസ് വന്ന് അത് വലിയൊരു മലയായി മാറി. അത് ടൈറ്റാനിക് എന്ന കപ്പലിൽ ഇടിച്ചു, ആ കപ്പൽ മറിഞ്ഞുപോയി, മുങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ നമ്മളെ ചോദ്യം ടൈറ്റാനിക് അല്ല. നമ്മുടെ ചോദ്യം അവിടെ ഐസ്ബർഗ് എന്ന് പറയുന്ന മഞ്ഞുമല എന്ന് പറയുന്ന എന്ത് ഒരു നോൺ ലിവിങ് തിങ് ഗ്രോ ചെയ്തില്ലേ? Now we can conclude that not only the living thing, non-living thing also can grow. Okay? അപ്പൊ നമുക്ക് ഇതിനൊരു ഡിഫൈനിങ് ക്യാരക്ടർ എടുക്കാൻ പറ്റുമോ? ഓൺലി ലിവിങ് തിങ് ക്യാൻ ഗ്രോ എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഡിഫൈനിങ് ക്യാരക്ടർ എടുക്കാം. ഇവിടെ ലിവിങ് തിങ്ങും നോൺ ലിവിങ് തിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്? ലിവിങ് തിങ് ആൻഡ് നോൺ ലിവിങ് തിങ് ക്യാൻ ഗ്രോ. പിന്നെ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ദ ഗ്രോത്ത് ഓഫ് ലിവിങ് തിങ് ആൻഡ് നോൺ ലിവിങ് തിങ്? ലിവിങ് തിങ്ങിന്റെയും നോൺ ലിവിങ് തിങ്ങിന്റെയും ഗ്രോത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ വ്യത്യാസം? വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഐസ്ബർഗ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെ ഞാൻ ഈ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഇതിലൊരു പീസ് വന്നിട്ട് ഉള്ളിലല്ല വരുന്നത്.
സർഫേസിൽ വന്ന് ഒട്ടി വലുതാവുകയാണ്. ദാറ്റ് മീൻസ് ദ ഗ്രോത്ത് ഫ്രം ഔട്ട്സൈഡ്. ഇതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. യു മേ നോട്ട് സീ ദിസ് word in your NCERT book, but you can see this, no, growth from outside. ഈ ഗ്രോത്ത് എവിടെ നിന്നാണ് വരുന്നത്? ഗ്രോത്ത് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്നാണ് വരുന്നത്. അതായത് എന്താ സംഭവിച്ചത്? ഈ ആദ്യം ഉണ്ടായിരുന്നതിന്റെ മേലെ വന്ന് ആണത് അറ്റാച്ച് ചെയ്ത് വരുന്നത്. സോ ദ ഗ്രോത്ത് ഈസ് ഫ്രം ഔട്ട്സൈഡ് ഓൺലി. കണ്ടില്ലേ, ഇത് ഇവിടുന്ന് ഇങ്ങനെ വരികയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ദാറ്റ് യു ക്യാൻ സി എക്സ്ട്രിൻസിക് ഗ്രോത്ത് ഓർ ഗ്രോത്ത് ഫ്രം ഔട്ട്സൈഡ്. ആൻ എക്സാമ്പിൾ ഈസ് നോൺ ലിവിംഗ് തിങ്. And what about the other thing? Intrinsic growth. The growth is from inside. Growth is from inside. Inside എന്ന് പറയുന്ന ഗ്രോത്തിനെയാണ് ഇൻട്രിൻസിക് ഗ്രോത്ത് എന്ന് പറയുക, അല്ലേ? ആ ഗ്രോത്ത് എവിടെയാണ്? ലിവിങ് ഓർഗാനിസത്തിലാണ് കാണുന്നത്. നമ്മളെ ശരീരത്തിലൊന്നും കുറെ സെല്ല് ഇത് വന്നിട്ട് മുകളിൽ ഒട്ടിയിട്ട് വലുതായി പോവല്ല നമ്മൾ ചെയ്യുന്നത്. ഉള്ളിലുള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്യണു. അങ്ങനെയാണ് നമ്മൾ എന്താവുന്നത്? ഗ്രോ ചെയ്യുന്നത്. So the animal, the living thing and non-living thing, they possess growth, but there is a distinct difference. Okay, രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കൂ. ഗ്രോത്തിനെ വീണ്ടും നമുക്ക് രണ്ടായി തിരിക്കാം. That means ലിവിംഗ് തിങ്ങിന്റെ ഗ്രോത്തിനെ രണ്ടായി തിരിക്കാം. That the growth found in plants and the growth exhibited by animals. ആനിമൽസ് കാണിക്കുന്ന ഗ്രോത്തും പ്ലാന്റ്സ് കാണിക്കുന്ന ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. എന്താ വ്യത്യാസം അതിനകത്ത്? നിങ്ങളൊരു വാക്ക് കേൾക്കാം, ഇൻഡിറ്റർമിനേറ്റ് ഗ്രോത്ത് ആൻഡ് ഡിറ്റർമിനേറ്റ് ഗ്രോത്ത്. ആ വാക്ക് ചിലപ്പോൾ നിങ്ങൾ NCERT ബുക്കിൽ കാണണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ബാക്കിയുള്ള അറിയാം. അൺലിമിറ്റഡ് ഗ്രോത്തും ലിമിറ്റഡ് ഗ്രോത്തും. ആരാണ് ലിമിറ്റഡ് ഗ്രോത്ത് കാണിക്കുന്നത്? ഹു പോസസ് ദ ലിമിറ്റഡ് ഗ്രോത്ത് ആൻഡ് അതർ വൺ ഹു പോസസ് ദ അൺലിമിറ്റഡ് ഗ്രോത്ത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ. വി ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ദിസ്, നോ? എന്താണ് ആ എക്സാമ്പിള്? നിങ്ങൾ ഒരു കാരണവശാലും വീടിൻ്റെ ഉള്ളിൽ ഒരു തെങ്ങോ അതുപോലെ ഏതെങ്കിലും വലിയ മരങ്ങളോ നടാറില്ല. എന്താ അതിന് കാരണം? വി കനോട്ട് ഐഡന്റിഫൈ, വി കനോട്ട് ഗസ് അപ് ടു വാട്ട് ടൈം ദ പ്ലാന്റ് വിൽ ഗ്രോ, അല്ലേ? നമുക്ക് പറയാൻ പറ്റുമോ ഏത് സമയം വരെയാണ് ഈ പ്ലാന്റ് വളർന്നു പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ അൺലിമിറ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് belong to this category. Example, plants. In the case of plants, this is only unlimited growth. That is why it's called indeterminate growth. But what about the animals? Tell me. What about the animals? In the case of animals, this is called a determinate growth. That the growth is limited. You again and again, you can grow up to the age of 2021. After that, cell division take place, but the cell division in order to replace the damaged cells. ഓക്കെ, അപ്പോഴും സെൽ ഡിവിഷൻ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെ വോൺ ഔട്ടായോ ഡാമേജ് ആയിരിക്കുന്ന സെല്ലിനെ റീപ്ലേസ് ചെയ്യാനാണ്. അപ്പൊ അതിനുശേഷം ഗ്രോത്ത് ഇല്ല എന്ന് പറയാം. അതുകൊണ്ടല്ലടാ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ റൂഫ് വെക്കുന്നത്. നമുക്കൊക്കെ അറിയാം ഒരു മാക്സിമം നമുക്ക് നീളം എത്ര ഉണ്ടാവും എന്നുള്ളത്. അപ്പോ ഇൻഡിറ്റർമിനേറ്റ് growth is found in plants and determinate or the limited growth is found in animals. Okay, now we can conclude that degrowth. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഡീഗ്രോത്ത് ഉണ്ടാവുക അല്ല ചെയ്യുന്നത്, ഗ്രോത്ത് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ ഡീഗ്രോത്ത് എന്നല്ല പറയുന്നത്. ഗ്രോത്ത് ഒരവസ്ഥ ഉണ്ടാവുന്നില്ല, പക്ഷെ അത് കുറയുന്നൊന്നുമില്ല. ആ ഗ്രോത്തിൽ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ നീളം വെക്കില്ലാന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വണ്ണം വെക്കാം. അവിടെ നമ്മൾ ഗ്രോ ചെയ്യുന്നില്ല. ഡീഗ്രോത്ത് എന്നല്ല അർത്ഥം കേട്ടോ. ഓക്കെ, ഡീഗ്രോത്ത് എന്നല്ല അതിനർത്ഥം. അപ്പൊ ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി, അല്ലേ? കാരണം ഗ്രോത്ത് ഈസ് പൊസസ്ഡ് ബൈ ലിവിംഗ് തിങ് ആസ് വെൽ ആസ് നോൺ ലിവിംഗ് തിങ്. ലിവിംഗ് തിങ്ങും ഗ്രോ ചെയ്യുന്നുണ്ട്, നോൺ ലിവിംഗ് തിങ്ങും ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് രണ്ടാമത്തേലേക്ക് നോക്കാം. റീപ്രൊഡക്ഷൻ. Everyone know what is reproduction. Reproduction is the production of new individual of its own type. Reproduction. There are two types of reproduction, no?
asexual reproduction and sexual reproduction. Can we define the animals with reproductive events? Yes, we can, but there is a problem. എന്താ നോക്കൂ, ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഹയർ ഓർഗാനിസം ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. പലപ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവാറില്ല. നിങ്ങൾ മനസ്സിലായാലും ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. വി ആർ ഓൾവേസ് വിത്ത് യു. ഹയർ ഓർഗാനിസം, in higher organism, the growth and reproduction are mutually exclusive events. What's the meaning of this? എന്താണ് ഇതിനർത്ഥം? ഹയർ ഓർഗാനിസത്തിലെ ഗ്രോത്തും റീപ്രൊഡക്ഷനും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാർക്കും ചിലപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയാവോ? ഗ്രോത്ത് ഒരു തരത്തിൽ വേറെ, റീപ്രൊഡക്ഷൻ വേറെ. രണ്ടും വെവ്വേറെ ആയിട്ടാണ് നടക്കുന്നത്. രണ്ടും ഒരുപോലെ അല്ല. ഹയർ ഓർഗാനിസം മീൻസ് ലൈക്ക് ഹ്യൂമൻ, വലിയ അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസത്തില് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു തരത്തിൽ, റീപ്രൊഡക്ഷൻ മറ്റൊരു തരത്തിൽ. എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്. എന്നാൽ നമ്മുടെ ആരില് ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് യൂണിസെല്ലുലാർ അല്ലേ, യൂണിസെൽ സിംഗിൾ സെൽഡ് ഓർഗാനിസം, ഏകകോശ ജീവികൾ എന്ന് പറയും. യൂണിസെൽ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് അമീബ ലൈക്ക് ഓർഗാനിസം വേർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ സിനോണിംസ്. സെയിം, synonymous, synonym. That means both are. You know, growth take place by cell division. Reproductions also take place by cell division. ഇപ്പോൾ ലോവർ ഓർഗാനിസത്തിലെ ഗ്രോത്തും റീപ്രൊഡക്ഷനും സെൽ ഡിവിഷൻ വഴിയാണെങ്കിൽ രണ്ടും എന്താ, ഇൻക്ലൂസീവ് അല്ലേ? നേരത്തെ പോലെ എക്സ്ക്ലൂസീവ് ആണോ? അതാണ് സിനോണിംസ് എന്ന് പറയുന്നത്. സെയിം ആണ്. ഗ്രോത്ത് ടേക്ക് പ്ലേസ് ബൈ സെൽ ഡിവിഷൻ. Reproduction also take place by cell division. Okay, now you can see one statement, the green color. എന്താ ആ ഗ്രീനും അതുപോലെ മജന്റ കളറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ പറയുന്നു റീപ്രൊഡക്ഷനില് നമ്മൾ പറഞ്ഞത് മൾട്ടി സെല്ലാർ ഓർഗാനിസത്തില് റീപ്രൊഡക്ഷനും ഗ്രോത്തും എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്, യൂണിസെല്ലാർ ഓർഗാനിസത്തിൽ ഇൻക്ലൂസീവ് ആണ്, സിനോണിംസ് ആണ്, സെയിം ആണെന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ഗ്രീൻ കളറിൽ എന്താ കാണുന്നു നോക്കൂ. റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ നോൺ ലിവിങ് ഒബ്ജക്ട്സ്. അതായത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നോൺ ലിവിങ് തിങ്ങിന്റെ ഒരു പ്രോപ്പർട്ടിയേ അല്ല. അപ്പൊ ആരുടെ പ്രോപ്പർട്ടിയാണ്? ലിവിങ് തിങ്ങിന്റെ പ്രോപ്പർട്ടിയാണ്. ബട്ട് ദർ ഈസ് എ പ്രോബ്ലം. മനസ്സിലായോ എന്താ ഉള്ളത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. ലിവിങ് തിങ് മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, നോൺ ലിവിങ് തിങ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എടുക്കാം. ബട്ട് ദ പ്രോബ്ലം ഈസ് എന്താ പ്രോബ്ലം? എല്ലാ ലിവിങ് തിങ്ങും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് ചോദിച്ചൂടെ? എല്ലാ ലിവിങ് തിങ്ങും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. യു ക്യാൻ സീ സം എക്സാമ്പിൾസ് ലൈക്ക് മ്യൂൾ അല്ലേ, മ്യൂൾ, sterile human couples, worker bees, etc. you can see. ആരൊക്കെ കാണാൻ പറ്റും? മ്യൂൾ എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? a cross between the horse and donkey അല്ലേ? ഈ കുതിരയും കഴുതയും നമ്മൾ ക്രോസ് ചെയ്തുണ്ടാവുന്ന മ്യൂള്. അതുപോലെ നമ്മൾ പറയുന്ന സ്റ്റെറൈൽ ഹ്യൂമൻ കപ്പിൾസ്, വർഷങ്ങൾ കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളോളം ഒന്നിച്ച് താമസിച്ചിട്ടും കുട്ടികളില്ലാത്ത ദമ്പതികൾ. Then similarly the workers bee, when you go to the honey bee colony you can see 3 types of bees there. ഏതൊക്കെയാ 3 ടൈപ്പ് ബീസ് അവിടെ കാണുന്നത്? ക്യൂൻ കാണുന്നുണ്ട്, ഡ്രോൺസ് കാണുന്നുണ്ട്, അതേപോലെ വർക്കർ ബീ ഉണ്ട്. വർക്കർ ബീസ് ആർ സ്റ്റെറൈൽ, ദേ കനോട്ട് റീപ്രൊഡ്യൂസ്. അപ്പോൾ ഈ പറഞ്ഞ മ്യൂളും ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസും വർക്കർ ബീ ഒക്കെ ജീവനുള്ളവരാണ്. ദേ ആർ ലിവിങ് ബട്ട് ദേ കനോട്ട് റീപ്രൊഡ്യൂസ്. സോ വി കനോട്ട് സേ ദാറ്റ് is a defining property. അപ്പൊ നമ്മൾ പറയുന്നു reproduction is not a defining property. അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇതിന് നമുക്ക് ഇപ്പം ഈ പറഞ്ഞ റീപ്രൊഡക്ഷനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി എടുക്കാമായിരുന്നു. എന്തുകൊണ്ട്? എല്ലാ ലിവിങ് തിങ്ങും മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ ആ കാരണത്താൽ. പക്ഷേ എല്ലാ ലിവിങ് തിങ്ങും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിന് നമുക്കൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആക്കി എടുക്കാൻ പറ്റൂല. ഓക്കെ, നൗ
you can see in this slide, you can see different type of reproduction can be two types. I already explained to you, that is asexual reproduction and sexual reproduction. In asexual reproduction, what is the difference between asexual and sexual reproduction? Tell me. In asexual reproduction, there is the need of only one parent, but in sexual reproduction, there is the need of two parents of opposite sex. Then in asexual reproduction, there is no fusion of gamete is needed, but in sexual reproduction, there is the fusion of gamete is needed. Third one, in the case of sexual reproduction, variation is there. That means some of the characters is found in you other than your parental characters. The characters not transmitted from parent to offspring. That's called variation. Okay. So what are the methods? Tell me. Asexual reproduction, different methods, like a spore is possessed by spores possessed by algae and fungus. Budding is possessed by hydra and yeast. Fragmentation is possessed by filamentous algae. Fragmentation, ഒരു ബോഡി കഷ്ണങ്ങളായിട്ട് മുറിയുക. And regeneration. What do you mean by regeneration? Regeneration is the ability of an organism to regenerate its lost part. ഇപ്പോൾ യാദൃശ്യമായി ഒരു പ്ലാനേറിയ രണ്ട് കഷ്ണങ്ങളായി മുറിഞ്ഞെന്ന് വിചാരിക്കുക. ആ രണ്ട് കഷ്ണങ്ങളും വീണ്ടും വീണ്ടും ഒന്നിച്ചേരാനുള്ള, അതായത് ആ രണ്ട് കഷ്ണങ്ങളും രണ്ട് ജീവികളായി മാറാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ റീജനറേഷൻ ഈസ് പോസസ്ഡ് ബൈ പ്ലാനേറിയ. ഓക്കെ. തേർഡ് പോയിന്റ് ഈസ് മെറ്റബോളിസം. ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ ടു അല്ലെ, നിങ്ങളോട് പറഞ്ഞു എന്താണ് മെറ്റബോളിസം എന്ന് ഞാൻ പറഞ്ഞു. സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. നമ്മൾ കൂടുതൽ പറയുന്നില്ല. മെറ്റബോളിസം രണ്ട് തരമുണ്ട്, ആനബോളിസവും കാറ്റബോളിസവും ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നമുക്ക് നോക്കൂ, ഓൾ ലിവിംഗ് ഓർഗാനിസം എക്സിബിറ്റ് മെറ്റബോളിസം. എല്ലാ ലിവിംഗ് ഓർഗാനിസവും മെറ്റബോളിസം കാണിക്കുന്നു. നോ നോൺ ലിവിംഗ് ഒബ്ജക്ട് ഷോ മെറ്റബോളിസം. ഒരു നോൺ ലിവിംഗ് തിങ്ങും മെറ്റബോളിസം കാണിക്കുന്നില്ല. അപ്പോൾ ലിവിംഗ് തിങ്സ് മാത്രം മെറ്റബോളിസം കാണിക്കുന്നു, നോൺ ലിവിംഗ് തിങ് മെറ്റബോളിസം കാണിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ലേ? Living things can show metabolism. All living things show metabolism. None of the non-living things show metabolism. എന്ന് പറയുമ്പോൾ മെറ്റബോളിസം ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് അല്ലേ? പക്ഷെ അടുത്തതിൽ നോക്കൂ നിങ്ങൾ, അവിടെയാണ് നമ്മളെ പ്രശ്നം വരുന്നത്. അടുത്തതിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുമ്പോൾ ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം പെർഫോംഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ഈസ് നെയ്തർ ലിവിംഗ് നോർ നോൺ ലിവിംഗ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? The isolated metabolic reaction outside the body of an organism. അപ്പൊ നമ്മളെ ശരീരത്തിൽ മെറ്റബോളിസം സെല്ലിലല്ലേ നടക്കുന്നത്. ഈ സെൽ ഫ്രീ ആയ ഒരു സ്ഥലത്ത്, സെല്ലുകൾ ഇല്ലാത്തൊരു സ്ഥലത്ത് മെറ്റബോളിസം നടക്കുകയാണെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ IVF കേട്ടിട്ടില്ലേ? IVF എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. സാധാരണ നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാ? സ്ത്രീ ഹ്യൂമനില് ഫെർട്ടിലൈസേഷൻ, ഇൻ ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി. പക്ഷെ നമ്മൾ അതിന് പകരം ആ ഫെർട്ടിലൈസേഷൻ മാത്രം പുറത്ത് വെച്ച് നടത്തുക. ഇറ്റ് ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ഫീമെയിൽ ബോഡി ആൻഡ് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ഇറ്റ് ഈസ് അഗെയിൻ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫീമെയിൽ ബോഡി. ആ മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ സെൽഫ് ഫ്രീ, ഇതിവിടെ ഈ പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഫ്രീ സ്റ്റേജിൽ മെറ്റബോളിസം നടക്കുമ്പോൾ നമുക്കതിനെ എന്തു പറയാൻ പറ്റില്ല? അത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ലിവിങ് ആണെന്നോ നോൺ ലിവിങ് ആണെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ മെറ്റബോളിസം ഇൻ ദ സെല്ലുലാർ ലെവൽ is a defining property. അതുകൊണ്ട് സെല്ലുലാർ ഓർഗനൈസേഷൻ ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് തിങ് എന്ന് പറയാം. വാട്ട് ഇൻ ബൈ സെല്ലുലാർ ഓർഗനൈസേഷൻ? യു നോ what in by cellular organization? You know, basic unit of life is cell. Then cells grouped together tissues grouped together organ grouped together to organ system. In such situation, the basic unit of the life, basic unit of the body is the cell. അല്ലേ? അപ്പൊ ആ സെല്ലിൽ നടക്കുന്ന മെറ്റബോളിസം അതൊരു ലിവിംഗ് തിങ്ങിന്റെ സ്വഭാവമാണ്. സോ മെറ്റബോളിസം ഇൻ ദ സെല്ലുലാർ ലെവൽ ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ആൻഡ് ഫൈനലി വി ക്യാൻ say that consciousness,
വാട്ട് ഡു മീൻ ബൈ കോൺഷ്യസ്നസ്? കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ബോധം എന്ന് പറയും, അല്ലേ? നമുക്ക് എല്ലാവർക്കും എന്ത് സ്വഭാവമുണ്ട്? every living organism has the ability to detect the stimuli and respond. ഈ സ്റ്റിമുലിയെ സ്വീകരിക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവും എല്ലാ ജീവികൾക്കുമുണ്ട്, അല്ലേ? അപ്പൊ നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സ് ദ ഓൺലി ഓർഗാനിസം ഹു ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. പക്ഷേ അതിനാണ് സെൽഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. സ്വയം ഒരു ബോധമുള്ളൊരു ജീവിയാണ് മനുഷ്യൻ. ഹ്യൂമൻ ബീങ്സ് ദ ഓൺലി ഓർഗാനിസം ഹു ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. അപ്പം നമുക്ക് സെൽഫ് കോൺഷ്യസ്നസ് ഉണ്ട്. എല്ലാ ലിവിങ് തിങ്ങിനും കോൺഷ്യസ്നസ് ഉണ്ട്. ഈവൻ ഇൻ പ്ലാന്റ് ഓൾസോ, അല്ലേ? പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ലൈറ്റിനനുസരിച്ച് അല്ലെങ്കിൽ വാട്ടറിനനുസരിച്ച് ഒക്കെ മാറുന്നത്, അതിൻ്റെ ഡയറക്ഷനൊക്കെ മാറും. നിങ്ങൾ പഠിച്ച ട്രോപ്പിക് മൂവ്മെന്റ്, അതുപോലെ തൊട്ടാവാടി ചെടികളുള്ള നാസ്റ്റിക് മൂവ്മെന്റ് ഒക്കെ നിങ്ങൾക്കറിയാം. ഓൾ ദീസ് ആർ അഗൈൻസ്റ്റ്, ദിസ് എ റെസ്പോൺസ് അഗൈൻസ്റ്റ് എ സ്റ്റിമുലി. നോട്ട് ഓൺലി ദ പ്ലാന്റ്സ്, not only the animals, the plant also respond. അപ്പോൾ ലിവിങ് തിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് എന്ത്? റെസ്പോണ്ട് ടു സ്റ്റിമുലി. സോ വി ക്യാൻ സേ ദാറ്റ് കോൺഷ്യസ്നസ് ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് തിങ്. ലിവിങ് തിങ്ങിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ് എന്തെന്ന് നമുക്ക് പറയാം? കോൺഷ്യസ്നസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം. അപ്പൊ നമുക്കൊരു ചെറിയൊരു സെക്ഷനാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാര്യമായിട്ട് പഠിക്കുക. എല്ലാം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും CBSEയിൽ നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. എന്നതിന് ശേഷം നമുക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഡിഗ്രിയിലേക്കോ, പക്ഷേ ഏറ്റവും പ്രധാനം അക്കോർഡിംഗ് ടു മീ ദ ബെസ്റ്റ് വേ യു ക്യാൻ സെലക്ട് ആൻഡ് you can study as a entrance. You can study entrance also along with your board exam. It's better. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും we are providing you. Xylem will provide all help for you. Okay, thank you. We are going to wind up the class. Good night to everybody. Okay, thank you for your cooperation.